ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട സ്പെയർ പാർട്സുകളുടെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ ചോദിക്കും. അപ്പോൾ ഫോട്ടോ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെച്ചേക്കാം. ഇത് നമ്മൾ 2 മണിക്കൂർ തപ്പിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം തപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തപ്പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ കുറേ എടുത്ത് അയച്ചു വന്നെങ്കിൽ നിങ്ങൾ അവർ പോവുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ ഒരു മൈൻഡും കാണത്തില്ല. അപ്പം നിങ്ങൾ ജെനുവിൻ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ അഡ്വാൻസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ഒരു 100 രൂപ 200 രൂപ 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ സാധനം തപ്പിയെടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളെപ്പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ സ്പെയർ പാർട്സ് വാങ്ങി നമ്മുടെ വണ്ടിക്കൊക്കെ ഇട്ട് അവർ തിരിച്ചെടുക്കാത്തത് കൊണ്ടോ കംപ്ലൈൻ്റ് ഉള്ള സാധനം തന്ന് പറ്റിച്ചത് കൊണ്ടോ ഒരുപാട് തവണ പൈസ പോയ ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഓണർമാരായിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള സാധനം കൊടുക്കാറില്ല. നമ്മൾ തരുന്ന സാധനം 100% വർക്കിംഗ് ആയിരിക്കും. ഇനി ബൈ ചാൻസിൽ തന്ന സാധനത്തിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മറ്റൊരു സാധനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൽകും. അതിൻ്റെ വാറണ്ടിയൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് പോവുക. അപ്പോൾ ഓരോ സാധനത്തിനും ഓരോ രീതിയിലാണ് വാറണ്ടി. അത് ഓരോന്നിനും വ്യക്തമായ വാറണ്ടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങളെന്ത് ചെയ്യണം, ആദ്യമേ ചോദിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഈ ലൈറ്റ് പോലെയുള്ള സാധനങ്ങൾക്കൊന്നും വാറണ്ടി കൊടുക്കുകയില്ല. അതൊക്കെ ഇവിടെ നിന്ന് കണ്ട് വർക്കാക്കി പോകണം. പിന്നെ നമ്മളിവിടെ ബാറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബാറ്ററിയിൽ നമ്മളെന്ത് ചെയ്യും, നിങ്ങൾക്ക് വർക്കാക്കി കാണിക്കാൻ പറ്റുന്ന മോട്ടർ അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വർക്കാക്കി കാണിച്ചിട്ട് മാത്രം ഇവിടുന്ന് വിടത്തുള്ളൂ, എത്ര സമയം പോയാലും. ഇനി നിങ്ങൾ അഡ്വാൻസ് ഇട്ട് ഇങ്ങനെ മേടിക്കുന്ന സാധനമാണെങ്കിലും ശരി, ഞങ്ങൾ ഇവിടുന്നത് വർക്കാക്കി കാണിച്ചു തരും. നശിച്ച് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്താണ് ഇവിടെ അയക്കുന്നത്. പിന്നെ നിങ്ങൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ പൈസ ഇട്ടിട്ട് ഇപ്പം തന്നെ അയക്കണമെന്നൊക്കെ പറഞ്ഞാൽ മരിക്കുന്ന കേസ് ഞങ്ങൾ പിടിക്കാറില്ല. അങ്ങനത്തെ കേസ് നമ്മൾ പിറ്റേ ദിവസത്തേന് മാറ്റി വെക്കും. നമുക്ക് വ്യക്തമായിട്ട് തപ്പിയെടുക്കാൻ, അഴിച്ചെടുക്കാൻ, പാക്ക് ചെയ്യാനൊക്കെ സമയം നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ വണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കൊണ്ട് അഴിച്ച് പൊളിച്ച് ഷെഡിൽ കയറ്റും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. നിങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഈ വണ്ടിക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് പൈസ ആവശ്യപ്പെടത്തുള്ളൂ. ഇല്ലാത്ത സാധനം ഇല്ല എന്ന് തന്നെ പറയും. മറ്റൊരു സ്ഥലത്തുനിന്നും വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അഴിക്കുന്ന വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അഴിച്ച് തരുന്ന സാധനം മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഇലക്ട്രിക്കൽ നമുക്ക് വർക്കാക്കി കാണിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വരികയാണെങ്കിൽ വർക്കാക്കി കാണിക്കും. ഇനി നിങ്ങൾ വന്നില്ലെങ്കിലും ശരി, നമ്മളതിന് എന്തെങ്കിലും ഇപ്പോൾ ഒരു റേഡിയേറ്റർ പോലത്തെ സാധനമൊക്കെ ആണെങ്കിൽ ലീക്ക് ഉണ്ടോ നമ്മൾ നോക്കും. സ്പീക്കറൊക്കെ ആണെങ്കിൽ വർക്കുണ്ടാകുന്ന നോക്കും. ബൾബാണെങ്കിൽ കത്തിച്ച് നോക്കും. മോട്ടറാണെങ്കിൽ കറക്കി നോക്കും. അങ്ങനെ എല്ലാ സാധനവും നോക്കിയിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് അയക്കുന്നത്. കാരണം നിങ്ങളുടെയും ഞങ്ങളുടെയും പൈസയ്ക്ക് ഒരേ മൂല്യം തന്നെയാണ്. അപ്പോൾ ഫോട്ടോ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾ ചോദിച്ച സാധനത്തിൻ്റെ ഫോട്ടോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരും. പക്ഷേ അഡ്വാൻസ് തന്നതിന് ശേഷം മാത്രം. അതല്ലാതെ ഫോട്ടോ കാണേണ്ട ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ അടുത്തെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കിട്ടത്തുള്ളൂ. സാധനമല്ല ഇതിനെ ഈ കാണും. പക്ഷേ ഇത് തപ്പി എടുക്കണമെങ്കിൽ തന്നെ 2 മണിക്കൂർ പണിയാണ്. അപ്പോൾ ഫോട്ടോ ചോദിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ട് തൃപ്തിപ്പെടുക. നിങ്ങളുടെ വണ്ടി ഇവിടെ ഞങ്ങൾക്ക് പൊളിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാല. എന്ത് സാധനമാണെങ്കിലും നമ്മുടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ സാധനം വർക്കാകും എന്ന് 100% ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ നമ്മൾ തരത്തുള്ളൂ. നിങ്ങളുടെ സ്വന്തം പേരിലുള്ള, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഏതവസ്ഥയിൽ ഏത് കാട്ടി കിടപ്പുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് എടുക്കും. പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചിരിക്കും. ധൈര്യമായിട്ട് തരാം. നമ്മളത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഓടിക്കാനാണെങ്കിൽ ഇവിടെ കിടക്കുന്നതിൽ ഒരുമാതിരി പെട്ടതൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നതൊക്കെയാണ്. അങ്ങനെ ഓടിക്കാനൊന്നും ആളില്ല.